Good morning everyone. ഇന്നത്തെ നമ്മുടെ ക്ലാസ് കോൺജുഗേറ്റ് ആസിഡ്സ് ആൻഡ് ബേസസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കാറ്റഗറി എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ഈ ഒരു ടോപ്പിക്കിൽ നിന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ദ ലേണിംഗ് ട്രാക്ക് എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ കാണുന്ന ഓരോ ക്ലാസ്സിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ആസിഡ്സ് ആൻഡ് ബേസസ് നമുക്കറിയാം. ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടോൺ ഡോണർ ആണ് അല്ലേ. H+ അയൺസിന് ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ് ആസിഡ്. ബേസ് എന്ന് പറയുന്നത് H+ അയൺസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ആളാണ് അല്ലേ. അപ്പം അങ്ങനെ തന്നെ ഓർത്തിരിക്കുക അല്ലേ. നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് H+ ഡോണർ, ആസിഡ് H+ ഡോണറും ബേസ് H+ അക്സെപ്റ്റർ എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു തിയറി കൊണ്ടുവന്നത് നമ്മുടെ ബ്രോൺസ്റ്റൺ ലോറിയാണ്. അപ്പോൾ ആ തിയറിയുടെ പേര് ബ്രോൺസ്റ്റൺ ലോറി തിയറി എന്നാണ്. ഓക്കെ. അപ്പോൾ ഇത് ബ്രോൺസ്റ്റൺ ലോറി എന്ന് പറയുന്ന രണ്ട് വ്യക്തികളാണ്. ജൊഹാൻസ് നിക്കോളസ് ബ്രോൺസ്റ്റഡും അതുപോലെ തോമസ് മാർട്ടിൻ ലോറി. ഇപ്പോൾ രണ്ട് പേരാണെന്ന് ഓർത്തിരിക്കുക ഈ ഒരു തിയറി കൊണ്ടുവന്നത്. ഈ ഒരു തിയറിയിൽ പറയുന്നത് എന്താണ്? ഡിഫൈൻസ് ആസിഡ് ആസ് പ്രോട്ടോൺ donors and bases as proton acceptors. Okay. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ആ തിയറി ഒന്ന് മനസ്സിലാക്കിച്ചാലോ. അതായത് അക്കോർഡിംഗ് ടു ബ്രോൺസ്റ്റൺ ലോറി തിയറി, ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? ആസിഡ് ഇസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ ഡൊണേറ്റ് എ പ്രോട്ടോൺ ടു അനദർ സബ്സ്റ്റൻസ്. ഓക്കെ. അതുപോലെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? ബേസ് ഇസ് ഡിഫൈൻഡ് ആസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ അക്സെപ്റ്റ് എ പ്രോട്ടോൺ ഫ്രം അനദർ സബ്സ്റ്റൻസ്. ഇതൊരു റിയാക്ഷനിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ആസിഡിന് സംഭവിക്കുന്നത് എന്താണ്? ആസിഡ് ഒരു പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യാണ് വേറൊരു സബ്സ്റ്റൻസിലേക്ക്. ബേസ് ചെയ്യുന്നത് ആ ഒരു പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യാണ്, വേറൊരു സബ്സ്റ്റൻസിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു ബ്രോൺസ്റ്റൺ ലോറി തിയറി അനുസരിച്ചൊരു റിയാക്ഷൻ, ആ ഒരു കെമിക്കൽ റിയാക്ഷന് ശരിക്കും നടക്കുന്ന എന്താണ്? പ്രോട്ടോൺ ട്രാൻസ്ഫറിങ് ആണ് നടക്കുന്നത്. Okay. അപ്പോൾ a key aspect of the Bronston Lowry theory is that acid-base reactions involve the transfer of a proton from an acid to a base. Okay. ഒരു ആസിഡ് ബേസ് റിയാക്ഷൻ നടക്കുന്നത് ഒരു ആസിഡിൽ നിന്ന് ബേസിലേക്ക് എന്ത് ചെയ്യുന്നതാണ്? ഒരു പ്രോട്ടോണിന്റെ ട്രാൻസ്ഫറിങ് ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ. ഇനി കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് പറയുന്നത് എന്താണ്? അതും ഈ ബ്രോൺസ്റ്റൺ ലോറി ആസിഡ് ബേസ് റിയാക്ഷനിൽ അവിടെ റിയാക്ഷൻ കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ടിങ് സ്പീഷീസ് ഉണ്ട്. ഓക്കെ. ആ ഒരു റിസൾട്ടിങ് സ്പീഷീസിൽ ഒരു പ്രോട്ടോൺ ട്രാൻസ്ഫറിങ് നടന്നു കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു പെയർ അല്ലെങ്കിൽ ഒരു സ്പീഷീസിനെ നമ്മൾ പറയുന്നത് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്നാണ് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ HCl ഉം H2O കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ HCl ൽ നിന്ന് H ഡൊണേറ്റ് ചെയ്യാണ് H2O-യിലേക്ക്. അങ്ങനെ H3O+ ഉം പിന്നെ നമുക്ക് കിട്ടുന്ന Cl- ഉം ആണ്. അപ്പോൾ അത് എന്താണ് ആക്ച്വലി? അത് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ ആണെന്നാണ് പറയുന്നത്. ഓക്കെ. നോക്കൂ, ആ ഒരു സെയിം റിയാക്ഷനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അതായത് ഇൻ ദ റിയാക്ഷൻ ഓഫ് HCl with H2O, HCl act as an acid by donating a proton H+ to a water molecule, forming a hydronium ion H3O+ and a chloride ion Cl-. This process is represented by the chemical equation. So ആ ഒരു chemical equation ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Okay. ഇതാണ് ആ കെമിക്കൽ ഇക്വേഷൻ. എന്താണ്? HCl plus H2O gives H3O plus Cl-. ഓക്കെ. അപ്പൊ നമുക്കറിയാം ഇവിടുന്ന് HCl നിന്ന് ഒരു H+ അയൺസ് എന്തിലേക്ക് പോയി? H2O-യിലേക്ക് പോയിട്ട് അത് H3O+ ആയിട്ട് മാറുന്നു. പിന്നെ നമുക്ക് കിട്ടുന്ന എന്താണ്? Cl-. അപ്പൊ ഈ റിസൾട്ടിങ് സ്പീഷീസ് എന്ന് പറയുന്നത് എന്താണ്? ഇത് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഓക്കെ. ഇനി ഒരു വേറൊരു എക്സാമ്പിളും കൂടെ, ഒരു സിമ്പിൾ എക്സാമ്പിളും കൂടെ നമ്മളിവിടെ കൊടുത്തിരിക്കും. ഇപ്പൊ HA എന്ന് പറയുന്ന ഒരു ഇത് നമ്മുടെ വാട്ടർ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്യാണ്. ആസിഡ് നമ്മുടെ വാട്ടർ മോളിക്യൂളായിട്ട് റിയാക്ട് ചെയ്യാണ്. HA എന്ന് പറയുന്ന ആസിഡ് ഇസ് റിയാക്ടിങ് വിത്ത് H2O. അപ്പൊ നമുക്ക് എന്താ, നമ്മൾ അതൊന്ന് ചെയ്ത് നോക്കുക. ജസ്റ്റ് എന്ത് ചെയ്യുന്നു? HAയിൽ നിന്ന് Hനെ, ആസിഡ് ആണ് അല്ലെ. അപ്പൊ ആസിഡ് എന്താ ചെയ്യുന്നത്? എപ്പോഴും H+ അയൺസിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സ്പീഷീസിൽ എന്തായിരിക്കും? H3O+ ആയിരിക്കും. പിന്നെ ഇവിടെ HA എന്താണ്? HA- ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ HA ആസിഡിന്റെ കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നത് എന്താണ്? A-. അതുപോലെ H2O എന്ന് പറയുന്ന ബേസിന്റെ കോൺജുഗേറ്റ് ആസിഡ് എന്താണ്? H3O+. ഓക്കെ. അപ്പൊ ഇത് നമ്മൾ ഓരോ റിയാക്ഷൻസ് വെച്ചിട്ട് ചെയ്ത് നോക്കുമ്പോൾ വളരെ ക്ലിയർ ആകും. ഓക്കെ.
ഇനി ഇവിടെ കുറച്ച് ലിസ്റ്റിൽ നമ്മൾ ആസിഡ്സിന്റെ കോൺജുഗേറ്റ് ബേസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലായി. ഇപ്പൊ HCl എന്ന് പറയുമ്പോൾ ആസിഡിന്റെ കോൺജുഗേറ്റ് ബേസ് എഴുതാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിൽ നിന്ന് ഒരു H പ്ലസ് അയണിനെ കട്ട് ചെയ്തങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, ഇപ്പൊ HCl എന്ന് പറയുമ്പോൾ അതിന്റെ കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നത് Cl മൈനസ് ആണ്. H നെ റിമൂവ് ചെയ്യാം. അതുപോലെ H2SO4 എന്ന് പറയുമ്പോൾ HSO4 മൈനസ് ആണ്. അതുപോലെ NH4 പ്ലസ് എന്ന് പറയുമ്പോൾ NH3 ആണ്. H2O എന്ന് പറയുമ്പോൾ OH മൈനസ് ആണ്. ഒരു H നെ റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ എപ്പോഴും കോൺജുഗേറ്റ് ബേസ്, ആസിഡിന്റെ കോൺജുഗേറ്റ് ബേസ് എഴുതാനായിട്ട്. അപ്പൊ അങ്ങനെ എഴുതി നോക്കുക കേട്ടോ. അതുപോലെ ബേസ് എന്ന് പറയുമ്പോൾ എന്താണ്, ബേസ് ചെയ്യുന്ന എന്താണ്, എച്ചിനെ, H പ്ലസ് അയൺസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ്. അപ്പൊ NH3 എന്ന് പറയുമ്പോൾ അതിന്റെ കോൺജുഗേറ്റ് ആസിഡ് വരുന്നത് NH4 പ്ലസ് ആണ്. HCO3 മൈനസ് എന്ന് പറയുമ്പോൾ H2CO3, OH മൈനസ് എന്ന് പറയുമ്പോൾ H2O. ഒരു H നെ ആഡ് ചെയ്ത് എഴുതുക എപ്പോഴും. ഓക്കെ, കോൺജുഗേറ്റ് ആസിഡ് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു H നെ ആഡ് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. അതങ്ങനെ പ്രത്യേകം ശ്രദ്ധിച്ച് 2-3 ഇതും കൂടെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കോൺജുഗേറ്റ് പെയറിനെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ്. അപ്പോൾ NH3 പ്ലസ് H2O, അതാണ് നമ്മുടെ റിയാക്ഷൻ. NH3 പ്ലസ് H2O. അപ്പോൾ അതിൽ നമുക്ക് കിട്ടുന്ന എന്താണ്, നമുക്കറിയാം NH3 എന്ന് പറയുന്നത് ബേസ് ആണ്. അപ്പോൾ അത് എന്താ ചെയ്യുന്നത്, NH3 എന്ന് പറയുമ്പോൾ അത് H2 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് NH4 പ്ലസ് OH മൈനസ് ആണ് കിട്ടുന്നത്. അപ്പോൾ NH3 എന്താണ്, ബേസ് ആണ് അല്ലേ, അപ്പൊ അത് ആസിഡ് എടുക്കും. അതിന്റെ കോൺജുഗേറ്റ് ആസിഡ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ NH3 എന്ന് പറയുമ്പോൾ അതിലേക്ക് ഒരു H പ്ലസ് അയൺ ആഡ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ NH3 NH4 പ്ലസ് ആവുന്നു. ബേസിന്റെ NH3 എന്ന് പറയുന്ന ബേസിന്റെ കോൺജുഗേറ്റ് ആസിഡ് ആണ് NH4 പ്ലസ്. അതുപോലെ H2O എന്ന് പറയുമ്പോൾ എന്താണ്, H2 എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ആക്ട് ആസ് എ ബേസ് ആൻഡ് ആസിഡ്, രണ്ടുമായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് H2O എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ആസിഡ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ H2O നിന്ന് എന്താ സംഭവിച്ചേക്കണേ, ഒരു H പ്ലസ് അയണിനെ ഡൊണേറ്റ് ചെയ്തു അല്ലെ, പോയി. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, OH മൈനസ് ആയി. അപ്പൊ H2 ആസിഡിന്റെ കോൺജുഗേറ്റ് ബേസ് ആണ് OH മൈനസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ H2O എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുക. ആ ഒരു ക്വസ്റ്റ്യനും കൂടെ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് H2Oന്റെ. അത് എപ്പോഴും ആസിഡ് ആൻഡ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ. അങ്ങനെ ഒന്ന് ഓർത്തിരിക്കുക. H2Oന്റെ കേസ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇത് നമ്മൾ ഈ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ ചെയ്യുമ്പോൾ നമുക്കറിയാം, അതായത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആസിഡിന് എപ്പോഴും ഉണ്ടാകുന്നത് ഒരു വീക്ക് കോൺജുഗേറ്റ് ബേസ് ആയിരിക്കും. അതിൽ വീക്ക് ആയിട്ടുള്ള ആസിഡ് ആണെങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് ബേസ് വളരെ സ്ട്രോങ് ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇതൊരു സ്കെയിൽ ഒന്ന് ജസ്റ്റ് നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി. ഇതൊരു ആസിഡ് ബേസ് സ്ട്രെങ്ത് സ്കെയിൽ ആണ്. ഓക്കെ, ദ സ്ട്രോങ്ങർ ആസിഡ് ദ വീക്കർ ഇറ്റ്സ് കോൺജുഗേറ്റ് ബേസ് ആൻഡ് വൈസ് വേഴ്സ. അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഇതൊരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ കോൺജുഗേറ്റ് ബേസ് ആസിഡ് ബേസ് പെയർസ് ഇൻ ദ റിയാക്ഷൻ. ഇത് നിങ്ങൾ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കോൺജുഗേറ്റ് ബേസ് ഓഫ് H2O? വളരെ സിമ്പിൾ ആണ്. H2O ന്റെ കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നത് OH മൈനസ് ആണ്. When H2O loses a proton H plus, it forms OH minus. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷനും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ കോൺജുഗേറ്റ് ആസിഡ് ഓഫ് NH3? NH3യുടെ കോൺജുഗേറ്റ് ആസിഡ്. അപ്പോൾ ഒരു എപ്പോഴും നമ്മൾ ആ ഓപ്ഷൻ ശ്രദ്ധിച്ച് നമ്മൾ മാർക്ക് ചെയ്താൽ മതി. NH3 ആണെങ്കിൽ ഒരു H കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ആയിരിക്കും അതിന്റെ ആൻസർ വരുന്നത് അല്ലേ. അപ്പൊ H കോൺജുഗേറ്റ് ആസിഡ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ എന്തായിരിക്കും, ആസിഡുകൾ എപ്പോഴും എന്താ ചെയ്യുന്നത്, കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു H നെ ആഡ് ചെയ്യുക അല്ലേ. അപ്പോൾ NH4 പ്ലസ് NH3 ഗെയിൻസ് എ പ്രോട്ടോൺ ടു ബിക്കം NH4 പ്ലസ്. ഓക്കെ, അപ്പോൾ കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറയുമ്പോൾ എന്താണ്, NH3യിലേക്ക് ഒരു പ്രോട്ടോണെ ആഡ് ചെയ്ത് എഴുതുക. ഓക്കെ, ഇനി ഈ ഒരു റിയാക്ഷനിൽ HCl plus H2O gives H3O plus NCl minus. Which of the following is the conjugate base? ഏതാണ് ഇതിൽ conjugate base? Simply നിങ്ങൾക്ക് പറയാം Cl minus ആണ്. Cl minus is formed when HCl donate a proton, so its conjugate base is Cl minus. അപ്പൊ അത് ഓർത്തിരിക്കുക. നമ്മൾ നേരത്തെ ഇതിന് മുന്നേ നമ്മൾ സെയിം ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ തന്നെയാണിത് അല്ലേ. കോൺജുഗേറ്റ് ബേസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ കോൺജുഗേറ്റ് ബേസ് എന്ന് പറഞ്ഞാൽ Cl മൈനസ് ആണ്. കാരണം അവിടെ HCl ൽ നിന്ന് എന്ത് സംഭവിച്ച ഒരു പ്രോട്ടോനെ ഡൊണേറ്റ് ചെയ്യാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ആസിഡിന്റെ കോൺജുഗേറ്റ് ബേസ് ആണ് നമ്മൾ എപ്പോഴും എഴുതുന്നത്. അപ്പൊ HCl എന്ന് പറയുന്നത് ആസിഡ് ആണ്. അതിന്റെ കോൺജുഗേറ്റ് ബേസ് നമ്മൾ എഴുതുമ്പോൾ എന്തുണ്ടാവണം, എപ്പോഴും ഒരു H നെ റിമൂവ് ചെയ്ത് മാറ്റുക. എന്നിട്ട് അതായിരിക്കും അവിടുത്തെ കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നത്.
ഇനി which of the following pair represents a conjugate acid base pair? നമുക്ക് ഇതിൽ ഏതാണ്? കുറെ ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? ഇവിടെ H2O bar OH മൈനസ് ആണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് പറയുന്നത്. ആസിഡ് ബേസിന്റെ പെയർ ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഓരോന്നിൽ HCl NaCl എന്ന് പറയുമ്പോൾ അതൊരു പെയർ അല്ല. NaOH OH മൈനസ് എന്ന് പറഞ്ഞാലും അത് പെയർ ആയില്ല. H2O ഇതും H2O2 അതും പെയർ ആയില്ല. ഒരെണ്ണത്തില് ബേസ് പെയർ എന്ന് പറയുമ്പോൾ എന്താണ്? H2O loses a proton to become OH minus. ഓക്കെ, ഒരു കോൺജുഗേറ്റ് പെയർ നമുക്ക് തോന്നണം. അവിടെ ഒരു H+ അയണ് ഉണ്ടാവാനും പാടില്ല, ഒരെണ്ണത്തിൽ ഉണ്ടാവുകയും വേണം അല്ലെ? ഒരു കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ തന്നെ നോക്കി സെലക്ട് ചെയ്ത് എടുക്കുക. ഓക്കെ, അപ്പൊ ഓപ്ഷൻസ് എപ്പോഴും ശ്രദ്ധിച്ച് വേണം മാർക്ക് ചെയ്യാനായിട്ട്. The conjugate base of H2SO4 is, ഇനി H2SO4 ന്റെ കോൺജുഗേറ്റ് ബേസ് എന്തായിരിക്കും? കാരണം H2SO4 ആണ് അല്ലെ? അപ്പൊ ബേസ് എന്ന് പറയുമ്പോൾ എന്താ? ഡൊണേറ്റ് 1H+ ion to HSO4 അല്ലെ? ഒരു H+ നെ ഡൊണേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു H ഉണ്ടാവാം, ഒരു Hന്റെ കുറവ് അവിടെ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ H2SO4 എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഒരു H കുറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം, HSO4 മൈനസ്. ഓക്കെ, സോ അങ്ങനെ വേണം നിങ്ങൾ മാർക്ക് ചെയ്യാനായിട്ട്. Which of the following is a conjugate acid of HCO3 minus? ന്റെ കോൺജുഗേറ്റ് ആസിഡ് ആണ് എഴുതേണ്ടത്. അപ്പോൾ കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഗെയിൻസ് എ പ്രോട്ടോൺ അല്ലെ? ഒരു പ്രോട്ടോണിനെ ഗെയിൻ ചെയ്യുന്നതായിരിക്കണം. ഓക്കെ, അപ്പോൾ H എന്ന് പറയുന്നത് എന്താ? 2 H ഉണ്ടാവണം അവിടെ എന്തായാലും. അപ്പൊ H2CO3. ഓക്കെ, നെക്സ്റ്റ്, which species can act both as an acid and base? അറ്റ്മോസ്ഫിയർ ഏതാണ്? ആസിഡും ബേസും ആയിട്ട് അറ്റ്മോസ്ഫിയറിൽ ആക്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ H2O ആണ് അല്ലെ? വാട്ടർ ക്യാൻ ഡൊണേറ്റ് H+ ആസിഡ് ഓർ ആക്സെപ്റ്റ് H+ ബേസ് അല്ലെ? ഡൊണേറ്റ് ചെയ്യാനും ആക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്ന ഒരാളാണ് H2O. അപ്പൊ അത് ഒന്ന് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ ബ്രോൺസ്റ്റൺ-ലോറി തിയറി an acid is a substance that എന്താ? ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടോണെ ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ് ആസിഡ് എന്ന് പറയുന്നത്. ആസിഡ് എപ്പോഴും പ്രോട്ടോൺ ഡോണർ ആണ്, ബേസ് പ്രോട്ടോൺ ആക്സെപ്റ്റർ ആണെന്നും കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ഓപ്ഷൻസ് വായിച്ച് നോക്കി ശ്രദ്ധിച്ച് വേണം മാർക്ക് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ ആണ്. അപ്പോൾ ഇവരെ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എപ്പോഴും ഡിഫർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു 1H+ അയണിനെ വെച്ചിട്ടാണ് ഇത് ഡിഫർ ചെയ്യുന്നത് ഓർക്കുക. അതുപോലെ ആസിഡ് എന്ന് പറയുന്നത് H+നെ ഡൊണേറ്റ് ചെയ്യുന്ന ആളാണെന്ന് ഓർക്കുക. ബേസ് എന്ന് പറയുന്നത് H+നെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ്. പിന്നെ എപ്പോഴും ഈ ഒരു കോൺജുഗേറ്റ് ആസിഡ് ബേസ് റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു ഇക്വിലിബ്രിയം റിയാക്ഷൻ ആയിരിക്കും. ഓക്കെ, അതും കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നന്നായിട്ട് ക്ലാസ് കേൾക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമ്മുടെ ദ ലേണിംഗ് ട്രാക്ക് എന്ന് പറയുന്ന ചാനലിൽ എല്ലാ ക്ലാസ്സുകളും ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക. ഞാൻ ഓരോ ടോപ്പിക്കിനോടൊപ്പം തന്നെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ ആഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിനോട് റിലേറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ചെയ്ത് നോക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ പഠിക്കാനും ഓർമ്മയിലിരിക്കുന്ന രീതിയിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.